ന്യൂസിലേക്ക് സ്വാഗതം. തിക്കോടി ടൗണിൽ പി.ടി. ഉഷ എം.പിയുടെ ഇടപെടലിലൂടെ ലഭിച്ച അണ്ടർപാസ് നിർമ്മാണം ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ദേശീയപാത ഓഫീസിനു മുന്നിൽ നാട്ടുകാരുടെ ധർണ. മനസ്സിനിണങ്ങിയ വീടിനലങ്കാരമായ ഫർണിച്ചറുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഞങ്ങൾ പണിയുന്നു. നിങ്ങളിലെ കലാഹൃദയം, നിങ്ങളിലെ ആഗ്രഹങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കൂ. ഞങ്ങളുടെ വിദഗ്ധരായ ഡിസൈനേഴ്സ് അവ പൂവണിയിക്കുന്നു. Olivia Woods, customized interior furnishing and wooden furniture manufacturing, Hill Bazaar Road, Muchukunna. വലിയൊരു വിഭാഗം ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടയുന്ന രീതിയിലുള്ള ഹൈവേ നിർമ്മാണം എന്ത് വില കൊടുത്തും തടയുമെന്ന പ്രഖ്യാപനമായി സമരം. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ മണലിൽ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. നിരവധി ആളുകളാണ് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത്. തിക്കോടി പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് തിക്കോടി ടൗണിൻ്റെ ഹൃദയഭാഗത്താണ്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ ഏക മണ്ണ് പരിശോധനാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതും തിക്കോടി ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ്. അതുപോലെ കൃഷിഭവൻ, അതുപോലെ ബാങ്കുകൾ, അതുപോലെ തന്നെ നിരവധി സ്ഥാപനങ്ങൾ, 2 സ്കൂളുകൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉൾപ്പെടെ നിരവധി അമ്പലങ്ങൾ, പള്ളികൾ, ആവശ്യം വന്നവര്, ഭാവി തലമുറയുടെ ആവശ്യം വന്നവര് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സമരപരന്മാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ നമ്മുടെ പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീ മണൽ മോഹൻ സാറെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. നിർത്തട്ടെ. നമസ്കാരം. ജയ് ഹിന്ദ്. ഔദ്യോഗികമായിട്ടുള്ള ബ്യൂറോക്രാറ്റുകൾ മാത്രം ഭരിക്കുന്ന ഒരു നാടല്ല നമ്മുടെ നാട്. ഇതൊരു ജനാധിപത്യ സംവിധാനമാണ്. ജനകീയമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുകയും അതിനനുസരിച്ച് ഭരണം നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമുള്ള ഒരു നാടാണ് നമ്മുടെ ഇന്ത്യ രാജ്യം, പ്രത്യേകിച്ച് കേരളം. നമുക്കറിയാം, ഈ ദേശീയപാതയായിട്ട് ബന്ധപ്പെട്ട് നിരവധി സമരങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അത് വർഷങ്ങൾക്ക് മുമ്പ് എക്സ്പ്രസ് ഹൈവേ വരുന്ന സമയം മുതൽ നടത്തിയ ഒരു വിഭാഗമാണ്. പ്രത്യേകിച്ച് തിക്കോടി പ്രദേശത്തുള്ള ആളുകളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത്തരം ഒരു സമരം നടത്തേണ്ടി വന്ന ഒരു സാഹചര്യം, ആ തിക്കോടി പ്രദേശം നിലനിൽക്കുന്നത് നിങ്ങൾക്കറിയാം, കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ വികസനത്തിന് സ്ഥലമുള്ള ഒരു പ്രദേശമാണ് തിക്കോടി. 27 ഏക്കർ സ്ഥലം. വടകരയിൽ അത്രയും സ്ഥലമുണ്ടോ? ഇല്ല. പയ്യോലുണ്ടോ? ഇല്ല. കോഴിക്കോടുണ്ടോ? ഇല്ല. ഏറ്റവും കൂടുതൽ റെയിൽവേ വികസനത്തിന് വേണ്ടി 27 ഏക്കർ സ്ഥലം മുൻകൂട്ടി എടുത്തിട്ടുള്ള ഒരു പ്രദേശമാണ് തിക്കോടി. അങ്ങനെയുള്ള തിക്കോടി കോഴിക്കോടിനും വടകരയ്ക്കും ഇടയിലുള്ള ഏക ബ്ലോക്ക് സ്റ്റേഷൻ. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ്. 2 വർഷത്തോളം ആ പ്രദേശത്തുള്ള എല്ലാ വിഭാഗം രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ജനങ്ങളും ആളുകളും ഒത്തൊരുമിച്ച് നിന്നതിൻ്റെ ഭാഗമായി, ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് അവിടെ ഈ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. എന്നാൽ ആ ഉത്തരവ് കോഴിക്കോട് പ്രോജക്ട് ഡയറക്ടർ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾക്ക് ആ തിക്കോടി ടൗണിൽ 1 ഇഞ്ച് നിങ്ങളുടെ പണി ഇനി അങ്ങോട്ട് നടത്താൻ കഴിയില്ല. ഒരു സംശയവും വേണ്ട.
കാരണം ജനങ്ങൾ തീരുമാനിക്കണം. കാരണം ഇത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ജനങ്ങളുടെ ആവശ്യത്തിനാണ് ഈ റോഡാണെങ്കിലും റെയിൽവേ ആണെങ്കിലും എല്ലാം വരുന്നത്. തിക്കോടി റെയിൽവേ സ്റ്റേഷൻ, കാർഷിക കേന്ദ്രം, ജില്ലാ മണ്ണ് പരിശോധന ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, കോടിക്കൽ ഫിഷ് ലാൻഡ്, ടൂറിസ്റ്റുകൾ ഏറെ ഇഷ്ടപ്പെടുന്ന തിക്കോടി ഡ്രൈവ്-ഇൻ ബീച്ച്, CKG, തിക്കോടിയൻ സ്മാരക ഹൈസ്കൂൾ എന്നിവിടങ്ങളിലേക്കുള്ള ജനസഞ്ചാരത്തിന് തടസ്സം നിൽക്കുന്ന ഇപ്പോഴത്തെ നിർമ്മാണ രീതി ഒരു തരത്തിലും അംഗീകരിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അച്ഛ, മുത്തശ്ശ, നിങ്ങൾ ഉറങ്ങുകയായിരുന്നോ? ഞങ്ങളുടെ വഴി ആരാണ് തടഞ്ഞത്? നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? നിങ്ങൾ ഉറങ്ങുകയായിരുന്നോ എന്ന പുതിയ തലമുറയുടെ ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ സമരമുഖത്ത് നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഇതിനകം അനുവദിക്കപ്പെട്ട സഞ്ചാര സ്വാതന്ത്ര്യത്തിന്റെ വഴികൾ എത്രയും പെട്ടെന്ന് തുറന്നു തരണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നേടിയെടുക്കുന്നത് വരെ നമ്മൾ ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ടുണ്ടാവും. നമ്മുടെ ഈ കഴിഞ്ഞ 1.5 വർഷത്തെ ഈ യാത്ര നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ സമര പരിപാടികളിലും അത്രയും നിറഞ്ഞ ആളുകളാണ് നമ്മുടെ സമരമുഖത്ത് ഉണ്ടായിരുന്നത്. ഇതിലായാലും നമ്മുടെ ആവശ്യങ്ങളെല്ലാം തന്നെ നമ്മൾ എത്തിക്കേണ്ട എല്ലാ ഇടങ്ങളിലും എത്തിച്ചിട്ടുണ്ട്. ആ വഴിനടക്കൽ സമരത്തിന് വേണ്ടി സമരം ചെയ്തിട്ടുള്ള ത്യാഗികൾ നമ്മളുടെ മുന്നിലൂടെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു ത്യാഗത്തിന് തിക്കോടിയിലുള്ള ഞങ്ങൾ പൊതുപ്രവർത്തകന്മാർ തയ്യാറായിരിക്കുകയാണ്. സമരസമിതി ചെയർമാൻ അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു. നാടകകൃത്ത് ചന്ദ്രശേഖരൻ തിക്കോടി, പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായ R. വിശ്വൻ, ഷക്കീല, ബ്ലോക്ക് മെമ്പർ റംല, അഷറഫ് പുഴക്കൂൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവ് സുകുമാരൻ, ശ്രീധരൻ ചെമ്പുംചില എന്നിവർ സംസാരിച്ചു. കൺവീനർ സുരേഷ് കുമാർ സ്വാഗതവും ഭാസ്കരൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. സുധാകര ബാബു, നാരായണൻ, മുഹമ്മദ് അലി, മമ്മദ്, ഇസ്മയിൽ എന്നിവർ നേതൃത്വം നൽകി. വൻ വിജയമാക്കി തീർക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചതിലും അപ്പുറം വൻ വിജയമാക്കി തീർക്കാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. അതിലുള്ള നന്ദി എല്ലാവരെയും ആദ്യമേ അറിയിക്കുകയാണ്.